യൂറിക് ആസിഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമാണ് പറയുന്നത്. ആദ്യമായിട്ട് എക്സസൈസ് ആണ്. റെഗുലർ എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ആണുങ്ങളിലാണ് യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണുന്നത്. സോ എക്സസൈസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അമിതവണ്ണം ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ്. വെയിറ്റ് നോർമൽ വെയിറ്റ് ആണെങ്കിലും നമ്മൾ റെഗുലർ എക്സസൈസ് യൂറിക് ആസിഡിന്റെ വാല്യൂ കുറയ്ക്കുന്നതിനായിട്ട് സഹായിക്കുന്നതായിരിക്കും. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബിയർ, വിസ്കി, വോഡ്ക, മദ്യപാനം പാടെ ഒഴിവാക്കേണ്ടതാണ്. മെയിൻലി ബിയർ, വിസ്കി, വോഡ്ക ഇതുപോലത്തെ ആൽക്കഹോൾ ഡ്രിങ്ക്സ് കഴിക്കാതിരിക്കണം. അതേ പാടെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം നമ്മുടെ ഒരു 2 to 3 ലിറ്റേഴ്സ് മിനിമം കുടിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ്. നാലാമതായിട്ട് പറയുവാണെങ്കിൽ ഫൈബർ റിച്ച് ഫുഡ് ഐറ്റംസ് നന്നായിട്ട് കഴിക്കണം. അതായത് നാരടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ നന്നായിട്ട് കഴിക്കേണ്ടത്. ഇനി പറയുന്നത് എന്തൊക്കെ ഒഴിവാക്കണമെന്നാണ്. അതായത് നമ്മുടെ റെഡ് മീറ്റ് ഫുഡ് ഐറ്റംസ്, അത് പോർക്ക്, മട്ടൺ, ബീഫ്, ഇത് പാടെ ഒഴിവാക്കി മതിയാവുള്ളൂ യൂറിക് ആസിഡ് ഉള്ളവർ. പിന്നെ നമ്മളുടെ ഞണ്ട്, കണവ, കൊഞ്ച്, ചിപ്പി, കക്ക ഇങ്ങനത്തെ ഫിഷ് ഐറ്റംസ് കഴിക്കാനേ പാടില്ല. പിന്നെ നമ്മുടെ നോൺ വെജ് ഐറ്റംസിൽ തന്നെ നമ്മുടെ ലിവർ, കിഡ്നി, ഹാർട്ട്, നമ്മളിങ്ങനെ ഫുഡ് ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അത് ഈ യൂറിക് ആസിഡ് ഉള്ളവർ പാടെ ഒഴിവാക്കുന്നതാണ് നല്ലത്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ യൂറിക് ആസിഡ് ഉള്ളവർക്ക് അതിന്റെ വാല്യൂ കൂടാതെ ഇരിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അഡീഷണലി നമ്മളുടെ മോഡേൺ മെഡിസിനോ ആയുർവേദ, ഹോമിയോ ഏത് മരുന്നായാലും അത് കൺട്രോൾ ചെയ്ത്, അത് ഫോളോ ചെയ്ത് നമ്മളുടെ ഈ ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂറിക് ആസിഡ് ഉള്ള ലെവലിൽ നിന്ന് കൂടാതിരിക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നതായിരിക്കും. താങ്ക് യു.